നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതോടൊപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിലെ കഥകൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കാണാനായിട്ട് താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ ഒടുവിൽ രേവതി സച്ചിൻ തങ്ങളുടെ നിരപരാധിത്വം SIയുടെ മുന്നിൽ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. രേവതി പറഞ്ഞു, സാറേ സച്ചിയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ നിൽക്കുന്ന അരുൺ സാറിനെ സച്ചിയുടെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് വെറുതെ പറയണതാ. SI പറഞ്ഞു, ഇവൻ ഇതിനു മുമ്പ് ഇതുപോലെ ഓരോ കേസുകളുമായിട്ട് വന്നിട്ടുണ്ട്. അന്നല്ല ഇവനെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഇനി അത് പറ്റില്ല, എനിക്കിനി ഇവനെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അരുണിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷം. ഇത്തവണ നീ പെട്ടടാ സച്ചി, നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നീ അകത്തേക്കാ പോകാൻ പോകുന്ന ജയിലിലേക്ക്. നിന്റെ കാറും പോ, നിന്റെ ജീവിതവും നശിക്കും. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അയ്യോ സാറേ അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞല്ലോ സച്ചിയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലാന്ന്. ഈ നിൽക്കുന്ന സാറിന് എല്ലാ കാര്യങ്ങളും അറിയാം. ഈ സാറിനോട് ചോദിച്ചറിയാന്ന് പറഞ്ഞു. അതെങ്ങനെയാ ഇയാൾക്കറിയാവുന്നതെന്ന് ചോദിച്ചു. അല്ല, ഈ സാറിലെ കാർ ഓടിച്ചോണ്ട് വന്നേ, ഈ സാറിന്റെ കൈക്ക് എന്ത് പറ്റിയതാന്ന് സാറിനൊന്ന് ചോദിച്ചു നോക്ക്, അപ്പൊ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും SI പറഞ്ഞു, അതെ, ഇവനെ കുറിച്ച് മുമ്പ് സച്ചിയെ കുറിച്ച് ആരും കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. എന്തായാലും കാർ എടുപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമില്ല. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണ്ടേ. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, സാറാണ് സത്യം, എന്റെ കാറിന്റെ ബ്രേക്ക് പോയതായിരുന്നു. കാറിന് ബ്രേക്ക് ഇല്ലായിരുന്നു. ഈ സാറ് കാർ എടുത്തപ്പോ ഞാൻ സാറിനോട് പറഞ്ഞ, സാറെ കാർ എടുക്കല, അതിന് ബ്രേക്ക് ഇല്ലെന്ന്. പക്ഷെ സാറ് കേട്ടില്ല. എന്നിട്ടോ കാർ ഓടിച്ചോണ്ട് വന്ന് കാറിന് ബ്രേക്ക് കിട്ടാതെ മൺതിട്ടയിൽ ഇടിച്ചു കയറ്റി. അങ്ങനെയാണ് ആ സാറിന്റെ കൈക്ക് ഫ്രാക്ചർ ഉണ്ടായെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അരുൺ പറഞ്ഞു, വെറുതെ കള്ളത്തരം പറയുന്ന സാറേ, ഓരോ നുണക്കഥകളൊക്കെ ഉണ്ടാക്കി പറയുന്ന, ഇതൊന്നും വിശ്വസിക്കരുത്. അതെ, ഇയാളുടെ കൈ പോയത് എങ്ങനെയാന്നുള്ള കാര്യം പറഞ്ഞല്ലോ. ആ ഹോട്ടലിന് മുന്നിൽ വെച്ച് ഒന്ന് സ്ലിപ്പായി വീണതാ, അങ്ങനെ സംഭവിച്ച, അല്ലാതെ കാറ് പോയി ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണോ സംഭവിക്കുന്നത്? ഒന്നും അല്ലാന്ന് പറഞ്ഞു. ആ സമയം ആ പോലീസുകാരന് ആകെപ്പാടെ വല്ലാതെ നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദൈവമേ, പെട്ടോന്നൊരു ചിന്ത. SIയുടെ മുന്നിലാണ്. നാളെ സത്യങ്ങൾ എങ്ങാനും പുറത്തു വന്നാൽ തന്റെ തൊപ്പി തെറിക്കും എന്നുള്ള കാര്യം അയാൾക്ക് ഉറപ്പായി. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സാറേ ഞങ്ങൾ പറയുന്ന സത്യം, എന്റെ സച്ചേട്ടന്റെ ഉപജീവന മാർഗമാണ് ആ കാറ്. സച്ചേട്ടൻ കാർ ഓടിച്ചാ ജീവിക്കുന്നേ. ഒരു കാരണവശാലും ഒരാളെ കൊല്ലാൻ ശ്രമിക്കില്ല. അതെങ്ങനെയാ സാറേ? കാരണം ജീവനമാർഗം നടത്തുന്ന ഒരാൾ അങ്ങനെ ചെയ്യുവോ? എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സച്ചേട്ടൻ അറിയാം, സച്ചേട്ടൻ അകത്താവുന്നു. അല്ലെങ്കിൽ ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും സച്ചേട്ടൻ ചെയ്യില്ല സാറേ, ഞങ്ങൾ പറയുന്ന സത്യം. അപ്പോഴേക്കും SI പറഞ്ഞു, ഇനി എന്താണെങ്കിലും ഇവിടെ നിൽക്കേണ്ട, നിങ്ങൾ പോകാൻ നോക്ക്. നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞു, എന്നെതിരെ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിനെതിരെ. രേവതി പറഞ്ഞു, സാറേ പ്ലീസ് സാറേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പിന്നീട് പോലീസുകാരനോട് പറഞ്ഞു, സാറിന് അറിയാലോ സത്യം, സാറൊന്ന് പറഞ്ഞു കൊടുക്ക്. സാറേ ഒരുപക്ഷെ സാറിന്റെ ആ ഒരു വാക്കുകൊണ്ട് സച്ചേട്ടന്റെ ജീവിതം തിരിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അയാൾ അകപ്പാടെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. അരുണിങ്ങനെ അയാളെ നോക്കുകയാണ്. അപ്പോഴേക്കും SI ചോദിച്ചു, സത്യമാണോടോ? രേവതി പറയുന്ന സത്യമായിട്ടുള്ള കാര്യങ്ങളാണോ? എന്താ സംഭവിച്ചേ? തന്റെ കൈക്ക് എന്താ സംഭവിച്ചേ? അത് പിന്നെ സാറേ അത്. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഇനിയിപ്പോ സാറിന് സംശയം ഉണ്ടെങ്കിൽ ആ ഹോട്ടലിന്റെ മുന്നിൽ വെച്ചല്ലേ ഇങ്ങനെ നടന്നേന്ന് പറഞ്ഞേ, അവിടെ CCTVയും കാര്യങ്ങളും ആ ഭാഗത്ത് കാണുമല്ലോ, അപ്പൊ അവിടെ സ്ലിപ്പായിട്ട് വീണിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. രേവതിയുടെ ബുദ്ധി അങ്ങോട്ട് കടന്ന് ചിന്തിച്ചു. അപ്പോഴേക്കും പോലീസുകാരനോടത്ത് പെട്ടു. SI സാർ എങ്ങാനും അവിടെ പോയി CCTV ദൃശ്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ അവിടെ അങ്ങനെ സംഭവം നടന്നിട്ടില്ലെന്ന് മനസ്സിലായി. അരുണ് ഒരു നിമിഷം പകച്ചുപോയി. അപ്പോഴേക്കും SI പറഞ്ഞു, അത് ശരിയാണല്ലോ, എന്താടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, പോലീസുകാരൻ പറഞ്ഞു, സാറേ എന്നോട് ക്ഷമിക്കണം, ശരിക്കും ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളാ സത്യം എന്ന് പറഞ്ഞു. എന്താടോ താൻ പറഞ്ഞേ? അതെ, ഇന്നലെ ഈ പറയുന്ന സച്ചിയുടെ കാർ ഇടിക്കാൻ വന്നു പറഞ്ഞില്ല, ഇടിക്കാൻ വന്നൊന്നും അല്ല, കാറിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അരുൺ സാറിന്റെ ബൈക്കിൽ അറിയാതെ ഒന്നൊന്ന് ഇടിച്ചതാണ്. അതിന് ഒന്നും സംഭവിച്ചെന്നില്ല, ബൈക്കിനും ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അരുൺ സാർ എന്നോട് കാർ എടുക്കാൻ പറഞ്ഞു. അപ്പം സച്ചി പറഞ്ഞ കാർ എടുക്കരുത്, അതിന് ബ്രേക്ക് ഇല്ല എന്ന്. പക്ഷെ അരുൺ സാറ് കേട്ടില്ല. മനഃപൂർവ്വം ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്നും പറഞ്ഞുകൊണ്ട് സാറിനെ വിളിച്ചിട്ട് പരാതിയും തന്നത്. അപ്പോഴേക്കും അരുണിന്റെ മുഖമൊക്കെ വിളർത്തിരിക്കുകയാണ്. ആ സമയത്ത് അയാൾ പറഞ്ഞു, ആ കാറും കൂടി ഞാൻ പോരുന്ന വഴിക്ക് കാറിന്റെ ബ്രേക്ക് ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഒരു മൺതിട്ടയിൽ ഇടിപ്പിച്ച് നിർത്തിയതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഭൂമി ജീവനോടെ കാണത്തില്ലായിരുന്നു. അങ്ങനെ എന്റെ കൈക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞു. ഓഹോ, എന്നിട്ടാണോടോ താൻ കള്ളത്തരം പറഞ്ഞേ? അത് പിന്നെ സാറേ, അരുൺ സാർ എന്നോട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞത്, അല്ലാതെ
എന്ന് പറഞ്ഞു. തനിക്കൂടെ കിട്ടേണ്ടതാണ്. താനൊരു പോലീസുകാരനാണോടോ? ഇങ്ങനെയൊക്കെയാണോ ഒരു പോലീസുകാരൻ തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്? തന്നെയൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ എടുത്തോരെ വേണം പറയാനായിട്ട്. തൊപ്പി തലയെ വെച്ചോണ്ട് കൃത്യനിർവഹണം നടത്തുന്നതിന് പകരം താനൊക്കെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. പിന്നീട് അരുണിന്റെ നേരെ തിരിഞ്ഞു. എന്താടോ താനീ പറഞ്ഞത്? താൻ എന്താ നിസ്സാര കാര്യമാണോ ചെയ്തേ? തന്നെ ഒരാള് മനഃപൂർവ്വം വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതും പറഞ്ഞിട്ട് അതൊക്കെ തനിക്ക് നിരക്കുന്ന കാര്യമാണ്ടോ ഈ തൊപ്പി തലയെ വെച്ചിട്ട്? സാറേ, അത് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അബദ്ധം സാറേ, ഈ ഒരു തവണത്തേക്ക് മിണ്ടി പോയേക്കരുത്. തനിക്കുള്ള ശിക്ഷയെ ഡിപ്പാർട്ട്മെന്റ് വക കിട്ടിക്കോളും. ഞാനിപ്പോ ഒന്നും പറയണില്ല. തനിതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. വാശിയും വൈരാഗ്യം കൊണ്ട് ഇങ്ങനെയൊക്കെയൊന്നും അല്ല കാണിക്കണ്ടേ. ഒരാളുടെ ജീവിതം വെച്ചല്ല പന്താടുന്നേ. പിന്നീട് സച്ചിയോട് പറഞ്ഞു, സോറി സച്ചി, കാരണം എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെയാ സംഭവിച്ചതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ്. രേവതി പറഞ്ഞു, സാരമില്ല സാറേ, സച്ചിയുടെ കാർ തിരികെ കിട്ടിയാൽ മതി. അത് ഇത് പറഞ്ഞു. അപ്പോഴേക്കും ആ പോലീസുകാരൻ പറഞ്ഞു, അതെ, ഇന്നലെ ഞാൻ അവിടെ നിന്ന് കാറ് പിന്നെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ എൻ്റെ ഒരു കൂട്ടുകാരനായ മെക്കാനിക്കിനെയും കൂടെ കൂട്ടിയാ. പക്ഷേ എങ്കിൽ ആ മെക്കാനിക്ക് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാവോ? ആ കാറിന്റെ ബ്രേക്ക് മനഃപൂർവ്വം പോയതല്ല, അത് ആരാണ്ട് മനഃപൂർവ്വം ചെയ്തതാണ്. അത് അല്ലാതെ പോയതല്ല, ആരോ കളയണമെന്ന് കരുതി ചെയ്താന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചിൻ്റെ അവധി ഒരു നിമിഷം ഞെട്ടിപ്പോയി. ആ സമയം സച്ചിയോട് എസ് ഐ ചോദിച്ചു, തനിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സച്ചിയോട്, സാറേ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സച്ചി ഒരു നിമിഷം ആലോചിച്ചു. സച്ചിക്കയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ആന്റണിയുടെ രൂപമാണ്. അങ്ങനെ എന്ത് ചെയ്തു? സച്ചിക്ക് കാറൊക്കെ തിരികെ കിട്ടി. എന്താണെങ്കിലും അരുണിന്റെ പണി കിട്ടിയെന്നുള്ള ഉറപ്പായി. അരുൺ എന്തായാലും കുറച്ച് നാൾ വീട്ടിലിരിക്കാൻ സുഖമായിട്ട് കള്ളത്തരം കാണിച്ചതിന്റെ പേരിൽ അയാൾക്ക് സസ്പെൻഷൻ കിട്ടുമെന്ന് ഉറപ്പായി. അങ്ങനെ രേവതി സച്ചിയും കൂടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സച്ചിയോട് രേവതി ചോദിച്ചു, എന്നാലും ആരായിരിക്കും സച്ചിയേട്ടാ കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിട്ടത്? അപ്പോഴേക്കും സച്ചി പറഞ്ഞു, മിക്കവാറും ആന്റണി ആയിരിക്കും. പക്ഷെ അങ്ങനെ അഴിച്ചു വിടണമെങ്കിൽ കാറിന്റെ കീ കിട്ടണ്ടേ രേവതി? കാറിന്റെ കീ കിട്ടിയാലേ കാർ ഓപ്പൺ ആക്കിയിട്ട് കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിടാൻ പറ്റുള്ളൂ. അതാ എനിക്ക് മനസ്സിലാകത്തെന്ന് പറഞ്ഞു. സച്ചിക്കും രേവതിക്കും എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. അങ്ങനെ അവര് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുമ്പോഴത്തേനും രവീന്ദ്രനും ചന്ദ്രമതിക്കും അങ്ങോട്ട് ഇറങ്ങി ചെന്നു. രവീന്ദ്രൻ ചോദിച്ചു, മോനെ കാറ് കിട്ടിയോ? അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സത്യത്തോടെ മുന്നോട്ട് പോകുന്നെങ്കിൽ എപ്പോഴാണെങ്കിലും അത് പുറത്തു വരും. പിന്നീട് രേവതി നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. പോലീസ് സ്റ്റേഷനിൽ താനിരുന്ന സമയത്ത് ആ പോലീസുകാരൻ പറഞ്ഞതും താൻ കേട്ടതും പിന്നെ എസ് ഐ സാറ് ഒന്നും പറഞ്ഞതൊക്കെ രവീന്ദ്രൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേടെ മോനെ കിട്ടുമെന്നുള്ള കാര്യം, സത്യമേ ജയിക്കത്തോളെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, അത് പിന്നെ വേറൊരു കാര്യമുണ്ട് അച്ഛാ. എന്താ? ആ പോലീസുകാരൻ ഒരു കാര്യം പറഞ്ഞു. ആ മെക്കാനിക്ക്, റിപ്പയർ ചെയ്ത മെക്കാനിക്ക് പറഞ്ഞെന്ന് ഈ കാറിന്റെ ബ്രേക്ക് മനഃപൂർവ്വം ആരോ ഊരിയിട്ടാന്ന്. മനഃപൂർവ്വം? അതെ, ആരോ എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്ത അച്ഛാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, അങ്ങനെ ആരാ? അതാ എനിക്കറിയില്ലാത്ത. അങ്ങനെ ഊരണമെങ്കിൽ ഈ പറയുന്ന കാറിന്റെ കീ കിട്ടണം. ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും കാറിന്റെ കീ എടുത്തു കൊടുക്കാതെ അത് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, രാവിലെ സച്ചേട്ടന്റെ കാറിന്റെ കീ വെച്ചെടുത്തൊന്നും നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഈ ഹാളിൽ കിടക്കുന്ന കണ്ടത്. ആ സമയം രവീന്ദ്രൻ ചോദിച്ചു, അല്ല അത് പിന്നെ ആരെടുത്തു? അറിയില്ല, എനിക്ക് തോന്നുന്നു ആരെങ്കിലും കീ എടുത്തു കൊടുത്ത് സഹായിച്ചു കാണുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ആരായിരിക്കും എടുത്തു കൊടുത്തേ? അതിനിവിടെ ആരായിരിക്കുന്നേ? സച്ചി ചന്ദ്രമതിയുടെ അടുത്തേക്ക് സത്യം പറയാമേ, അമ്മയെങ്ങാനും എന്നെ കൊല്ലാനായിട്ട് കാറിന്റെ കീ എടുത്ത് കൊടുത്താണോ? ചന്ദ്രമതിക്ക് നേരെ തിരിയുവാണ്. ചന്ദ്രമതി പറഞ്ഞു, അയ്യോടെ മോനെ, നീ എന്തൊക്കെയാ പറയണേ? നിന്നെ ഞാൻ കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്ക് സുധിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ എന്നോട് ശത്രുതയുണ്ട്. അമ്മയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ കൊല്ലാനും പഠിക്കില്ല. എടാ മോനെ, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ നിന്റെ അമ്മയാ, എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയണേ? രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ, നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. നീ ആർക്കെതിരെ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു. കാറിന്റെ കീ എടുത്തു കൊടുത്ത നീ എങ്ങാനും ആണോ ഇനി സച്ചിയെ കൊല്ലാനായിട്ടെന്ന് ചോദിച്ചു. ഒരു നിമിഷം ചന്ദ്രമതി ഞെട്ടിത്തിരിച്ചിരിക്കുക. ചന്ദ്രമതിക്ക് എന്തും മറുപടി പറയണമെന്ന് അറിയത്തില്ല. ശരിക്കും പേടിച്ചു പോയി ചന്ദ്രമതി. ചന്ദ്രമതി അറിഞ്ഞിട്ടുള്ള കാര്യമായിരുന്നില്ല. ബാമയുടെ ശ്രുതിയുടെ തന്ത്രങ്ങളായിരുന്നു അതൊക്കെ. പക്ഷെ ചന്ദ്രമതി വിട്ടുപോയി. അവസാനം ചന്ദ്രമതിയുടെ ഒക്കെ നേർക്ക് വിരൽ ചൂണ്ടുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. അധികം വൈകാതെ തന്നെ സത്യങ്ങൾ പുറത്തു വരും. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നൊക്കെയുള്ള ഭാമയുടെ കൈകളാണ്, അല്ലെങ്കിൽ ഭാമയാണ് കീ എടുത്തു കൊടുത്തതെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഭാമയെ പൊക്കി കഴിയുമ്പോൾ ശ്രുതിയുടെ പേര് പറയും. അങ്ങനെ ഒടുവിൽ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരാൻ പോവുക. അതിന്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.